മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ കരണിയോട് പറയുന്നുണ്ട്, അച്ഛനും മോൾക്കും ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ടല്ലോ, എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വെക്കണ പോലെയാലോ എന്ന് പറയുമ്പോൾ കരണി പറയുന്നുണ്ട്, എന്ത് രഹസ്യം, ഞങ്ങളൊരു രഹസ്യവും മറച്ചു പിടിക്കണില്ല, എന്തായാലും നമുക്ക് നിൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ പോകാമെന്ന് പറയുമ്പം ഈ ഒരു അവസ്ഥയിൽ അച്ഛനെ കാണാൻ വരാൻ എനിക്ക് താല്പര്യമില്ല, എന്തായാലും ഞാൻ വരുമില്ല, എന്നാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നിൻ്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോന്നോളാം എന്ന് പറയുന്നു. ഈ സമയത്ത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ഇതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. കണ്ണനെ ഇവരാരും കാണുന്നില്ല. പിന്നീട് ഉണ്ണി പോയി കഴിഞ്ഞതും കരുണയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമത്തോടുകൂടി കുറച്ച് സമയം നോക്കി നിന്നിട്ട് തിരിച്ച് കയറി വരുന്ന സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മായിപ്പനെ കാണാൻ മരുമകൻ പോയാൽ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അത് പ്രശ്നമൊന്നുമില്ല കണ്ണേട്ടാന്ന് പറയുമ്പോൾ, പിന്നെ നീ അവനോട് പോകണ്ടെന്ന് പറഞ്ഞ എന്തിനാ, ഇതിനു മുമ്പും പല പ്രാവശ്യം അവൻ നിന്നോട് പോണ കാര്യം പറയുമ്പോഴൊക്കെ നീ തടയുമല്ലോ ചെയ്യണേ, ഇനിയിപ്പോൾ അച്ഛനും മോളും കൂടി എന്തെങ്കിലും സത്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ടോ, എന്തായാലും എൻ്റെ അച്ഛൻ്റെ ആത്മാവ് അയാളുടെ ശരീരത്തിൽ കയറിയതോടുകൂടി അയാൾ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുമ്പം ഈ കാരണം ചോദിക്കുന്നുണ്ട്, എന്ത് സത്യം, അങ്ങനെ അച്ഛൻ പ്രത്യേകിച്ചൊരു സത്യവും പറയണില്ലല്ലോ എന്ന് പറയുമ്പം, ഇനിയിപ്പോൾ എൻ്റെ അച്ഛനെ അന്ന് ഒരു ലോറി ഇടിച്ച അച്ഛൻ മരിച്ചത് അത് നിൻ്റെ അച്ഛനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ സമയത്ത് കരുണയാണെങ്കിൽ നല്ലോണം ഒന്ന് ഞെട്ടുന്നുണ്ട്. പിന്നീട് കണ്ണൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് പറയണേ, എൻ്റെ അച്ഛൻ അത്രക്കാരനൊന്നുമല്ല, എൻ്റെ അച്ഛൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ സത്യങ്ങളൊക്കെ വഴിയേ മനസ്സിലാവും, അന്നും നീ ഇതുപോലെയൊക്കെ പറയണം, എന്തായാലും കുറച്ച് സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നിൻ്റെ അച്ഛൻ്റെ ഭ്രാന്ത് മാറുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ സത്യവും എനിക്ക് മനസ്സിലാവും എന്ന് പറയുമ്പം കരുണയാണെങ്കിൽ ഒന്നും മറുപടി പറയാതെ പോകുന്നുണ്ട്. ഈ സമയത്ത് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് ദുർഗ അങ്ങോട്ട് വരുന്നുണ്ട്. ദുർഗ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാടാ മോനെ ഈ പറയണേ, പ്രതാപൻ എന്ത് സത്യം പറയണ കാര്യമാണ് പറയണേന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട് അമ്മ, തൽക്കാലം ഇപ്പോൾ അതൊന്നും അറിയണ്ട, അമ്മ എന്തായാലും അമ്മയുടെ മരുമകളെ സ്നേഹിച്ചുകൊണ്ട് നടക്ക്, കുറച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെളിവാക്കി തരാമെന്ന്. ഇത് കേട്ടതും ദുർഗയാണെങ്കിൽ ഇവൻ എന്തൊക്കെയാണ് ഈ പറയണേന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ വാമദേവനാണെങ്കിൽ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് സീമന്തിന് ചോദിക്കുന്നുണ്ട്, എന്തായി വാമേട്ടാ പോയിട്ട് പ്രതാപനെ പ്രാന്താശുപത്രിയിലാക്കിയോന്ന് ചോദിക്കുമ്പോൾ ഇന്ന് അവനെ കൊണ്ട് ഈ പ്രാന്താശുപത്രിയിലാക്കിയ പിന്നെ എനിക്ക് സമാധാനമായത്, എന്തായാലും ഞാൻ ആ കൊട്ടേഷൻ കൊടുത്തേക്കണേന്നുള്ള സത്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല, കണ്ണൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണെന്നും അതിന് ദൃക്സാക്ഷിയായിട്ട് മഹാലക്ഷ്മി ഉണ്ടെന്നും മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് വെച്ച് ഞാനൊന്ന് കളി കളിക്കും, ഇനിയിപ്പോൾ മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തി എൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേടിയെടുക്കും സീമന്തിനി എന്ന് പറയുമ്പോൾ സീമന്തിന് ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് എന്തായാലും കൊട്ടേഷൻ കൊടുത്തത് ഞാനാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് മഹാലക്ഷ്മിയുടെ തലയിലേക്ക് ഞാൻ എല്ലാ കുറ്റങ്ങളും വെച്ചിട്ട് കണ്ണനെ പറഞ്ഞ് തിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നെ ജോലിയിൽ തിരിച്ചെടുക്കാനും അതുപോലെ എനിക്ക് ആവശ്യമുള്ള എല്ലാ സമ്പത്തും അവളിൽ നിന്ന് ഞാൻ കൈക്കലാക്കുമെന്ന് പറയുമ്പം സീമന്തിനി പറയുന്നുണ്ട്, അതൊക്കെ നടക്കണ കാര്യമാണോ വാമേട്ട, അതിന് അവൾക്കൊപ്പം ആനന്ദവും ലേഹയും മാർക്കോയൊക്കെ ഇല്ലേ, വാമേട്ടൻ ഇങ്ങനെ ഒരു കാര്യത്തിന് നിന്നിട്ടുണ്ടെങ്കിൽ അവളത് അവരോട് പറയില്ലേ എന്ന് ചോദിക്കുമ്പം അവൾ ആരോടും പറയാണ്ട് എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാൻ ഞാൻ അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യും സീമന്തിനി എന്നൊക്കെ പറഞ്ഞ് ഈ വാമദേവനാണെങ്കിൽ പോകുന്നുണ്ട്. ഈ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, എന്തായാലും സംഭവിച്ചു, ഇനിയും ഇയാൾ പുറകെ നടന്ന് ഓരോന്ന് ഒപ്പിക്കാനാണ് നോക്കണേന്നാണ് തോന്നണേ, എന്തായാലും സ്വാതിയുടെ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ സമാധാനമായിരുന്നു എന്നാൽ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെയാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനന്ത് വന്നിട്ട് പറയുന്നുണ്ട്, മഹി ആ വാമദേവൻ ഒന്നും പറഞ്ഞിട്ടില്ല കണ്ണനോട്, പിന്നെ എങ്ങനെയാണ് കണ്ണേട്ടൻ ഇതൊക്കെ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല, ഇനിയിപ്പോൾ മഹിയുടെ രണ്ടാനച്ഛൻ ഫോൺ ചെയ്തെങ്ങാനും പറഞ്ഞതായിരിക്കും, ഇതറിഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ തന്നെ കണ്ണേട്ടനോട് ഇതൊക്കെ പറഞ്ഞേനായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും അനന്തുവേട്ടാന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാനില്ല, എന്തായാലും ആ പ്രതാപനെ അമ്മാവൻ കയ്യും കാലും കൂച്ചി കെട്ടി പ്രാന്താശുപത്രി കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്, ഇനി പഴയതുപോലെ ആയിട്ട് അയാളെ തിരിച്ചു കൊണ്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് കണ്ണൻ്റെ സ്വഭാവമൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കാം. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടൻ ഇപ്പോൾ എന്നോടൊന്നും സംസാരിക്കണ പോലുമില്ല, ഫോൺ ചെയ്താൽ എടുക്കൂല, നേരിട്ട് കണ്ടാലും എന്നോട് ദേഷ്യം മാത്രം, എനിക്കൊരു സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ മഹി ഇങ്ങനെ ടെൻഷനാവണ്ട, എല്ലാത്തിനും നമുക്കൊരു പ്രതിവിധി കണ്ടെത്താമെന്ന് പറയുന്നു. ഇതേസമയം കണ്ണനാണെങ്കിൽ ആകെ ഒരു വിഷമത്തിൽ തന്നെയാണ്. കണ്ണന് മഹാലക്ഷ്മിയോട് അങ്ങനെ ഒരുപാട് ദേഷ്യമൊന്നുമില്ലെങ്കിലും സത്യങ്ങളെല്ലാവരും ചേർന്ന് മറച്ചു വെച്ചതിൻ്റെ ആ ഒരു ദേഷ്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്നാലും ആലോചിക്കുന്നുണ്ട്, അയാൾക്ക് സങ്കടം കൂടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ വയറ്റിൽ കിടക്കണ കുഞ്ഞിനെയും ബാധിക്കുമല്ലോ, എത്രയും പെട്ടെന്ന് ഇതൊക്കെ പരിഹരിക്കണമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ കണ്ണനൊക്കെയാണെങ്കിൽ അവരോട് പൊറുക്കാനും പറ്റണില്ല. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ ലേഹയോട് പറയുന്നുണ്ട്, എനിക്കൊന്ന് അമ്മയെ കാണണം ലേഹേ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാമെന്ന് പറയുമ്പം
ആ മഹി വീട്ടിൽ പോയിട്ട് വാന്നും പറഞ്ഞ് ലേഖ പറഞ്ഞു വിടുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മോഹിനിയാണെങ്കിൽ പ്രതാപൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ആ വാമദേവൻ പ്രതാപേട്ടനെ എങ്ങോട്ടാ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ അവനെ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുപോയിട്ട് അവൻ്റെ അസുഖം മാറ്റാൻ കൊണ്ടുപോയതാന്ന് പറയുമ്പോൾ ഈ മോഹിനി ചോദിക്കുന്നുണ്ട്, അതിനെന്തിനാ അയാൾ വന്ന് കൊണ്ടുപോകണേ? അല്ലെങ്കിൽ തന്നെ അയാളുടെ പെങ്ങളുടെ ഭർത്താവിനെയല്ലേ പ്രതാപേട്ടൻ കൊന്നേ? അതറിഞ്ഞിട്ടും അയാൾ പ്രതാപേട്ടനെ കൊണ്ടുപോകണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ അയാളെങ്ങാനും ആയിരിക്കുമോ കണ്ണൻ്റെ അച്ഛനെ കൊല്ലിച്ചതെന്ന് ചോദിക്കുമ്പം പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ശരിക്കും ഞെട്ടി പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മോഹിനി ഈ പറയണത്? വാമദേവനൊന്നും അല്ല കൊല്ലിച്ചത്, ഇവൻ വണ്ടി കൊണ്ടുപോയി ഇപ്പോൾ അറിയാതെ അവരുടെ വണ്ടിയിലിടിച്ച് അയാൾ മരിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പം അറിയാതെ ഒന്നും അല്ലാന്ന് എനിക്കിപ്പോൾ തോന്നണേ. ഇതിൽ ആ വാമദേവനും പങ്കുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ആ വാമദേവനെ കാണുമ്പോൾ തന്നെ പ്രതാപേട്ടന് അയാളെ കൊല്ലാനുള്ള കലിയ. അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായതാ ഈ കൊലയ്ക്ക് പിന്നിൽ വാമദേവനും പങ്കുണ്ട്. അല്ലെങ്കിൽ പിന്നെ സ്വന്തം അളിയനെ കൊന്ന ആളെ ചികിത്സിക്കാനായിട്ട് അയാൾ കൊണ്ടുപോകില്ലല്ലോ. ആ കാര്യങ്ങൾ അയാളുടെ പെങ്ങളോടും മക്കളോടും പറഞ്ഞ് പ്രശ്നമാക്കാനല്ലേ നിൽക്കുള്ളൂ. ഈ വാമദേവനാണെങ്കിൽ അത്ര നല്ല സ്വഭാവക്കാരനും അല്ല. ഇതിനു മുമ്പ് കണ്ണനെയും മഹാലക്ഷ്മിനെയൊക്കെ പല പ്രാവശ്യം കൊല്ലാൻ നോക്കിയവനാ. അപ്പം പിന്നെ ഇപ്പോൾ പ്രതാപേട്ടന് സപ്പോർട്ടായിട്ട് നിൽക്കണേ എന്താണെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, നിനക്കത്ര നിർബന്ധമാണെങ്കിൽ നീ തന്നെ പോയി അന്വേഷിക്കുമെന്ന് പറയണു. അങ്ങനെ പ്രതാപൻ്റെ അമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് മഹാലക്ഷ്മിയുടെ കാർ അങ്ങോട്ട് വരുന്നത്. കാറിൻ്റെ ഒച്ച കേട്ടതും മോളാണെന്നൊന്നും ചോദിച്ചുകൊണ്ട് മോഹിനി പുറത്തേക്ക് ഇറങ്ങി വരുമ്പം മഹാലക്ഷ്മി ആണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങിയതും മോഹിനിയെ കണ്ട് കരഞ്ഞുകൊണ്ട് വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ മോളെ, എന്ത് പറ്റി? ലക്ഷ്മി മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അത് അമ്മേ, കണ്ണേട്ടൻ എന്നോടിപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, കണ്ണേട്ടൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നണേന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല അമ്മേ. ഇനി അന്ന് ഇവിടെ വന്നപ്പോൾ കണ്ണൻ പ്രതാപേട്ടനെ എങ്ങാനും കണ്ടേർന്നോ മോളേന്ന് ചോദിക്കുമ്പം ഇല്ല അമ്മേ, കണ്ണേട്ടൻ അങ്ങനെ അച്ഛനെ കാണാനൊന്നും പോയില്ല. പിന്നെ എങ്ങനെയാണ് കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പം ഇനി അച്ഛൻ ഫോൺ ചെയ്ത് പറഞ്ഞതാണോന്നും അറിയില്ല. എന്തായാലും കണ്ണേട്ടൻ സത്യങ്ങൾ അറിഞ്ഞ പോലെ എൻ്റെ മുഖത്ത് നോക്കുമോ, എനിക്ക് ഫോൺ ചെയ്യുമോ, ഞാൻ ഫോൺ ചെയ്ത് എടുക്കുമോ, നേരിട്ട് കണ്ടാൽ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. എന്നോട് മാത്രമല്ല അനന്തുവേട്ടനോടും ലേഖനോടൊക്കെ അങ്ങനെ തന്നെ പെരുമാറണേന്ന് പറയുമ്പം ഈ മോഹിനി പറയുന്നുണ്ട്, എന്നാൽ സംശയിക്കണ്ട മോളെ, കണ്ണൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ദേഷ്യമായിരിക്കുമെന്ന്. ഇനി ഞാൻ എന്ത് ചെയ്യും അമ്മേ? ഞാൻ ഈ അവസ്ഥയിലിരിക്കണേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി കണ്ണേട്ടൻ എന്നെ ഉപേക്ഷിക്കും അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ, അങ്ങനെയൊന്നും ചെയ്യില്ല, കണ്ണനെ നിനക്ക് അറിയാവുന്നതല്ലേ, മോളില്ലാണ്ട് കണ്ണന് ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം എൻ്റെയും വിശ്വാസം അങ്ങനെ തന്നെയായിരുന്നു അമ്മേ. പക്ഷേ ഇപ്പോൾ ആ വിശ്വാസമൊക്കെ തകർന്നില്ലേ, കണ്ണേട്ടനിപ്പോൾ എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല അമ്മേന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, ഇപ്പോൾ കരുണയുടെ അച്ഛൻ ഇവിടെ ഇല്ല മോളെ, അച്ഛൻ എവിടെയാണ് പോയെന്ന് ചോദിക്കുമ്പം ആ വാമദേവൻ വന്നിട്ട് അച്ഛൻ്റെ കൈയും കാലും കുഴിച്ചിക്കെട്ടി ഭ്രാന്താശുപത്രി കൊണ്ടുപോയിടാൻ കൊണ്ടുപോയിന്നാണ് ഇവിടെ പ്രതാപേട്ടൻ്റെ അമ്മ പറയണായിട്ടേന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അമ്മാവൻ അങ്ങനെ ചെയ്യണേ? ഒന്നുമില്ലെങ്കിലും അമ്മാവൻ്റെ പെങ്ങളുടെ ഭർത്താവിനെയല്ലേ ഈ അച്ഛൻ കൊന്നത്. അപ്പോൾ പിന്നെ അമ്മാവനക്ക് അച്ഛനോട് ദേഷ്യമല്ലേ ഉണ്ടാവണേ, പിന്നെ അച്ഛനെ പഴയതുപോലെ ആക്കാൻ നോക്കണേ എന്താന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതിലെനിക്കും കുറച്ച് സംശയമുണ്ട് മോളെ. കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവ് ശരീരത്തിൽ കയറിയതിന് ശേഷം ഈ വാമദേവനെ കാണുമ്പോൾ തന്നെ കരുണയുടെ അച്ഛന് ഭയങ്കര ദേഷ്യമായിരുന്നു. എപ്പോഴും വാമദേവനെ നല്ല തെറി പറയണേ കേൾക്കാം. അതുപോലെ തന്നെ ഈ കരുണൻ്റെ അച്ഛനെ കൊന്നതിൽ വാമദേവനും പങ്കുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും ഉണ്ടാവില്ല അമ്മേ, എത്ര ദുഷ്ടനാന്ന് പറഞ്ഞാലും അയാളുടെ സഹോദരിയുടെ ഭർത്താവിനെ കൊല്ലാനൊന്നും അയാൾ നിൽക്കില്ലല്ലോ എന്ന് പറയുമ്പം എന്തൊക്കെയോ നമ്മളറിയാത്ത രഹസ്യങ്ങളുണ്ട് മോളെ, അതറിഞ്ഞാലേ സത്യം എന്നാന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. ഇന്ന് മോളിവിടെ നിൽക്കുവാണോന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ, ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോകുക, എനിക്കൊരു സമാധാനമില്ല അമ്മ, എന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. പിന്നീട് മഹാലക്ഷ്മി അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോണ വഴിക്ക് ഈ വാമദേവൻ മഹാലക്ഷ്മിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കിയതും അമ്മാവനാണല്ലോ വിളിക്കണേ, ഇയാളിപ്പോൾ എന്തിനാ എന്നെ വിളിക്കണേന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഫോൺ എടുത്തിട്ട് എന്താ അമ്മാവാന്ന് ചോദിക്കുമ്പം എനിക്ക് മഹാലക്ഷ്മി ഒന്ന് കാണണമല്ലോ എന്ന് പറയണു. എന്തിനാന്ന് ചോദിക്കുമ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ മഹാലക്ഷ്മിയായിട്ട് സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം അമ്മാവാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നേരിട്ട് പറയേണ്ടതാ, എന്തായാലും ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇന്ന സ്ഥലത്തുണ്ടാവും അങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് എത്താം, എന്നാൽ ശരി ഞാനിവിടെ നോക്കി നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ട് വാമദേവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയാണ്. കണ്ണനാണെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ലാതെ ദേഷ്യത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ദുർഗ വരുന്നുണ്ട്. ദുർഗ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ മോനെ നിനക്ക് പറ്റിയത്? മഹാലക്ഷ്മിയുടെ 7 മാസത്തെ ചടങ്ങിന് മഹാലക്ഷ്മിയുടെ കൂടെ വീട്ടിലോട്ട് പോയി വന്നതിന് ശേഷമാണല്ലോ നിൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറിയേക്കണേന്ന് പറയുമ്പോൾ എൻ്റെ സ്വഭാവത്തിന് എന്ത് മാറ്റം വന്നെന്ന് അമ്മ പറയണേന്ന് ചോദിക്കുമ്പോൾ അല്ല നിനക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആണല്ലോ എന്ന് പറയുമ്പോൾ
അതെന്താ എനിക്ക് ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അല്ല സാധാരണ നീ അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്നും പറഞ്ഞ് ദുർഗ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ മഹാലക്ഷ്മി എന്താ വരാത്തതെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയുടെ കാറ് കാണുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ കാറ് കണ്ടതും അവൾ വന്നിട്ടുണ്ട്, എന്തായാലും ഇന്നത്തോടുകൂടി എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം, ഇവളിലൂടെ വേണം ഇനി എനിക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ, അതിന് ഞാൻ തന്ത്രപരമായി കളിച്ചാലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ സത്യങ്ങൾ ആരും അറിയാത്ത സ്ഥിതിക്ക് എനിക്ക് ഇവളിൽ നിന്നും മാക്സിമം പണം സമ്പാദിക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മഹാലക്ഷ്മി വാമദേവനെ കണ്ടതും അമ്മാവൻ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് മഹാലക്ഷ്മി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, പ്രതാപൻ വിശ്വനാഥനെ കൊന്നത് നീ കണ്ടതാണല്ലോ, എന്നിട്ട് നീ ആ സത്യം ഇതുവരെയും രഹസ്യമാക്കി വെച്ചില്ലേ, ആ സത്യങ്ങൾ ഇനി കണ്ണനും ഉണ്ണിയും ദുർഗയൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അമ്മാവ, എന്തായാലും അമ്മാവനായിട്ട് ഇത് ആരോടും പറയരുതെന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, ഞാനായിട്ട് ആരോടും പറയാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നീ എനിക്ക് ചെയ്തു തന്നെ. അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തു തന്നെന്ന് അമ്മാവൻ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, കണ്ണൻ്റെ സ്വത്തുക്കൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, അതിനുവേണ്ടിയാണ് മഞ്ജുവിനെ മേഘം വിവാഹം കഴിച്ചത് പോലും, പക്ഷേ ഇനിയിപ്പോൾ ആ വഴിക്ക് കണ്ണൻ്റെ സ്വത്തുക്കളൊന്നും എനിക്ക് കിട്ടില്ല, എന്തായാലും ഇപ്പോൾ എനിക്ക് ജോലിയുമില്ല, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ജോലി നീ തിരിച്ചു തന്നെ. ആ സമയത്ത് മഹാലക്ഷ്മിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഇയാൾ ഈ കാര്യങ്ങളും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാനാ തുടങ്ങണേന്ന്. അന്നേരം മഹാലക്ഷ്മി അനന്ത് പറഞ്ഞ ആ ഒരു കാര്യം ഓർക്കുന്നുണ്ട്, ഇനി വാമദേവൻ ഇതും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം കണ്ണനെ മാറ്റി നിർത്തി പറയുന്നു ഈ അനന്ത് പറഞ്ഞ കാര്യങ്ങൾ മഹാലക്ഷ്മി ഓർക്കുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മാവൻ ഇത് പറയാനായിട്ടാണോ എന്നെ വിളിച്ചത്, ഞങ്ങൾക്കിത് നേരത്തെ തന്നെ അറിയായിരുന്നു, അനന്തുവേട്ടൻ അത് പറയുകയും ചെയ്തതാണ്, അമ്മാവൻ ഇതും വെച്ച് ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരുന്നത്, എന്തായാലും അമ്മാവൻ്റെ ആ പ്ലാനൊന്നും ഇവിടെ നടക്കൂല, ഇനിയിപ്പോൾ അമ്മാവൻ ഞങ്ങളെ ഇതും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വന്നാൽ തന്നെയും കണ്ണേട്ടനോട് ഉള്ള സത്യങ്ങളെല്ലാം ഞങ്ങൾ പറയും. പിന്നെ ഞങ്ങൾക്ക് വേറൊരു സംശയവും കൂടി ഉണ്ട്, അമ്മാവന് ഞങ്ങളോട് അത്ര സ്നേഹമുള്ള ആളൊന്നും അല്ല, എന്നിട്ടും കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നേന്ന് അറിഞ്ഞിട്ട് അമ്മാവനത് രഹസ്യമാക്കി വെക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, അതെന്താണെന്ന് ഞങ്ങൾ അധികം വൈകാതെ കണ്ടെത്തും. എല്ലാവരുടെയും സംശയം ഇനി ഈ കൊലപാതകത്തിൽ അമ്മാവനും പങ്കുണ്ടോയെന്നാണ്. അത് കേട്ടതും വാമദേവനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്, കാരണം മഹാലക്ഷ്മിയെ ഭീഷണിപ്പെടുത്താൻ വന്നിട്ടിപ്പോൾ വാമദേവനെ മഹാലക്ഷ്മി ഭീഷണിപ്പെടുത്തുന്ന പോലെ ആയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. സമയത്ത് പരങ്ങളോടുകൂടി വാമദേവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് മഹാലക്ഷ്മി പറയണേ, ഞാൻ എൻ്റെ അളിയനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു എന്നാണോ നീ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, എന്തായാലും ഈ അച്ഛൻ ചെയ്ത പ്രവൃത്തികളിൽ അമ്മാവനക്കും പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അത് എത്രത്തോളം ഉണ്ടെന്ന് അച്ഛനെ കണ്ട് സംസാരിച്ചാലേ അറിയാൻ പറ്റുള്ളൂ എന്ന്. ഇത് കേട്ടതും വാമദേവനാണെങ്കിൽ ആകെ കിളി പോയതുപോലെ നിൽക്കുന്ന ആ ഒരു സീനിലാട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.